നിങ്ങൾക്ക് ട്യൂസ്ഡേയോ വെനസ്ഡേയോ വേണമെങ്കിൽ പോയി ദിസേർ എദുവിനെയോ ഡെംബലേനെയോ ലമീൻ യമാലിനെയോ റഫീനിയനെയോ ബുക്കായോ സാക്കേനെയോ ആരെ വേണമെങ്കിലും പോയി കണ്ടു. പക്ഷേ തേഴ്സ്ഡേ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഹാരി യമാൽ. അതെ, വെൽക്കം വെൽക്കം പീപ്പിൾ. യുണൈറ്റഡ് വേഴ്സസ് ബിൽബാവിൻ്റെ റിവ്യൂ ആണ്. ലേറ്റ് ആയിപ്പോയെന്നറിയാം, ഇപ്പോഴാണ് ടൈം കിട്ടിയത്. ബട്ട് ആസ് എ യുണൈറ്റഡ് ഫാൻ ഇതിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരിപ്പോഴും പറയുന്നുണ്ട്, സെക്കൻഡ് ഹാഫിൽ ഒരു 2 ഗോളും കൂടെ അടിച്ച് മൊത്തത്തിൽ അങ്ങ് സീൽ ചെയ്യായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു യുണൈറ്റഡ് ഫാനാണ്. നിങ്ങളുടെ കയ്യിലോട്ട് 3-0 നിങ്ങൾ ബിൽബാവോയിൽ ചെന്ന് ജയിക്കും എന്ന് കളിക്ക് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചേനെ. ഈവൻ ഞാൻ എന്താ പറയുക, ഒരു ഡ്രോ എങ്കിലും തോക്കാതിരുന്നാൽ മതിയെന്ന്. ബിക്കോസ് നമ്മൾ ഈ സർ അലക്സിൻ്റെ ടൈമിലും കണ്ടിട്ടുള്ളതാണ്, എവേ ഗെയിംസും, അതായത് എസ്പെഷ്യലി സ്പാനിഷ് സൈഡ്സൊക്കെ ആയിട്ട് എവേ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രോയെങ്കിലും കിട്ടിയ ഒരു നല്ല റിസൾട്ട് എന്നുള്ള രീതിയിൽ അന്തകാലം പോലും നമുക്ക് ഉണ്ടായിരുന്ന സാധനമാണ്. അവിടുന്ന് അതും 3 goals അഗെയിൻസ്റ്റ് എ ഡിഫൻസ് വിച്ച് ഹാസ് കൺസിഡർഡ് ദ ലോവസ്റ്റ് ഹോം ഗോൾസ് ഇൻ ദ ടോപ്പ് 5 ലീഗ്സ്. ഐ റിപ്പീറ്റ്, ടോപ്പ് 5 ലീഗ്സിൽ ഏറ്റവും കുറവ് ഹോം ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ് അത്ലറ്റിക് ബിൽബാവോ, അവരുടെ ഹോം ഗ്രൗണ്ടായ സാൻ മമേൽ. അപ്പം അതിൽ നമ്മൾ പോയി 3 ഗോൾ അടിച്ചിരിക്കുകയാണ്. എന്താ അല്ലേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ, എന്താ ഇപ്പോൾ ഉണ്ടായെന്ന് കഴിക്കുന്നതല്ലേ. ആസ് എ യുണൈറ്റഡ് ഫാൻ ഐ ആം വെരി ഹാപ്പി. 3-0 സ്കോർ ലൈനിൽ ഞാൻ ഹാപ്പിയാണ്. ലുക്കിംഗ് ഫോർവേഡ്, അത് മാച്ച് എന്താണെന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, മാച്ച് തുടങ്ങിയതിൽ കുറച്ച് യുണൈറ്റഡ് കുറച്ച് ഷെയ്ക്ക് ആയിരുന്നു എന്നുള്ളത് പറയാം. ബിക്കോസ് ദ ബിൽബാവോ അറ്റ്മോസ്ഫിയർ വാസ് അമേസിങ്. അതായത് ഒരു പ്രോപ്പർ ഫാൻസ് ചെയ്യേണ്ട പരിപാടി അവർ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ പ്രഷറിലാക്കിയിട്ടുണ്ട്. ഈവൻ ബിഫോർ ദ മാച്ച് തന്നെ ഭയങ്കര ശബ്ദമായിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ട്സ്. ബ്രൂണോയും പറഞ്ഞായിരുന്നു, നല്ല ഒരു വൈബ്രൻറ്റ് സ്റ്റേഡിയം ആയിരുന്നു, നല്ലപോലെ നമ്മളെ പ്രഷർ ചെയ്യുന്നു. ലൈക്ക് എന്നാലും നമ്മൾ ഫസ്റ്റ് സമയങ്ങളിൽ നമ്മുടെ കയ്യിലായിരുന്നു പ്രശ്നം കൂടുതലും. നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും സ്ലോപ്പി പാസസ് ഒക്കെ വന്നിരുന്നു. ഫസ്റ്റ് 15 minutes കുറച്ച് സ്ലോപ്പി ആയിരുന്നു. 2 ടീമുകളും സ്ലോപ്പി ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. അവർ ഡോമിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ അവർക്ക് കുറച്ചുകൂടെ നല്ല ചാൻസസ് കിട്ടിയിരുന്നു. നോട്ടബിൾ മെൻഷൻ, വിക്ടർ ലിൻഡലോഫ് ഒരു ചാൻസ് അവർക്ക് കൊടുക്കുന്നു, അവരതിൽ നിന്ന് അടിക്കുന്നില്ല. ബട്ട് അതേ വിക്ടർ ലിൻഡലോഫ് പിന്നെ റിഡംഷൻ നടത്തുന്നു, അതും ഒരു ഗോൾ ലൈൻ ക്ലിയറൻസിലൂടെ. അത് കൺഫേം ഒരു ഷോട്ട്, ഉള്ളി പോകേണ്ട ഷോട്ട് വിക്ടർ ലിൻഡലോഫ് തടുത്തിരിക്കുകയാണ്. അങ്ങനെ വിക്ടർ ലിൻഡലോഫിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഐ വാസ് കൺസേൺഡ് ലിൻഡലോഫ് സ്റ്റാർട്ടിങ്. ബിക്കോസ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, 5 കൊല്ലമായിട്ടും മഗ്വയർ ലിൻഡലോഫ് എന്ന് പറയുന്ന പ്ലെയേഴ്സ് തന്നെയാണ് ഒരു മേജർ ടൂർണമെൻറ്റിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എന്താണ് ഈ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് വിചാരിച്ചു. ബട്ട് സ്റ്റിൽ ലിൻഡലോഫ് കുറച്ച് കൺസേണിങ് ആയിരുന്നെങ്കിലും ലിൻഡലോഫിന് ആ ഒരു ഫസ്റ്റ് 15 minutes ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഹി വാസ് ഓക്കെ, ഡിഫെൻസീവ്ലി സോളിഡ് ആയിരുന്നു. പിന്നത്തെ ചാൻസ് ഒരു ഇനാക്കി വില്യംസിന് ഒരു ഹെഡർ കിട്ടി, അതും പുള്ളി അടിച്ചില്ല. നമുക്ക് വി ഗോട്ട് അവേ വിത്ത് ദാറ്റ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉഗാർത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉഗാർത്തയുടെ വൺ ഓഫ് ദ മോസ്റ്റ്, അതായത് ആരെയും കുറ്റം പറയുന്ന ഒന്നുമില്ല ഇവിടെ, നെഗറ്റിവിറ്റിയേ ഇല്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഉഗാർത്തയുടെ ഫസ്റ്റ് 15 minutes ഉഗാർത്തയുടെ ഞാൻ കണ്ടിട്ടുള്ളതിൽ മോശം 15 minutes ആയിരുന്നു. ഉഗാർത്തയുടെ കയ്യിൽ നിന്ന് ബോൾ പോകുന്നു, ബോൾ പ്രോഗ്രസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് പ്രസ് ചെയ്ത് എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ കുറേ അറ്റാക്സ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വഴിയിൽ. കൂടുതലും അങ്ങനത്തെ അറ്റാക്സാണ് വന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഉഗാർത്തേക്ക് ഇതൊരു ഓഫ് ഗെയിം ആയിരിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് അതാ റൈറ്റ് വിങ്ങിൽ അവതരിച്ചിരിക്കുന്നു ഹാരി മഗ്വയർ എന്ന് പറഞ്ഞ പ്ലെയറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. മെൻറ്റാലിറ്റി മോൺസ്റ്റർ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയൊക്കെ സ്ക്രൂട്ടണിക്ക് അപ്പുറവും നമ്മളുടെ ബാഡ്ജിന് വേണ്ടി നല്ലപോലെ അയാൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കോർണറിൻ്റെയോ സെറ്റ് പീസിൻ്റെയോ തുടക്കമായതുകൊണ്ട് തന്നെ എല്ലാവരും മുമ്പിൽ തന്നെ ആയിരുന്നു. മഗ്വയറിന് എന്നിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ബോൾ റൈറ്റ് വിങ്ങിൽ കിട്ടുന്നു. മഗ്വയറിൻ്റെ കുറച്ച് ട്രിക്സ് ആൻഡ് സ്കിൽസ്, അവിടുന്ന് മഗ്വയർ ഒരു നല്ല ക്രോസ് ഉള്ളിലോട്ട് ഇടുന്നു. ഭയങ്കര നല്ല ക്വാളിറ്റി ക്രോസ് ആയിരുന്നു. അത് ഉഗാർത്തെ ഹെഡ് ചെയ്യാൻ നോക്കുന്നു. ഹെഡ് ചെയ്ത് നേരെ കസമീറോയുടെ മുന്നിൽ, കസമീറോ പോയിന്റ് ബ്ലാങ്ക്, മിസ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. അത് പറയുമ്പം എഗെയിൻ നെക്സ്റ്റ് പ്ലെയർ കസമീറോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ ടെൻഹാഗിനെ കുറ്റം പറഞ്ഞിട്ട വീഡിയോയിൽ എനിക്ക് കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിരുന്നു. ദറ്റ്സ് യുവർ ഒപ്പീനിയൻ, നോ പ്രോബ്ലം. ബട്ട് സ്റ്റിൽ ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, കസമീറോനെ ഫിനിഷ്ഡ് ആർട്ടിക്കിൾ ആയി കാണിച്ചത് ടെൻഹാഗിൻ്റെ സിസ്റ്റമാണ്. അതായത് കസമീറോ ഒരിക്കലും ഒരു ബോക്സ് ടു ബോക്സ് ഓടി കളിക്കുന്ന പ്ലെയർ അല്ല. അങ്ങനെ അല്ലായിരുന്നു പുള്ളി റയൽ മാഡ്രിഡിലും. പുള്ളി ഒരു ഡിസ്ട്രോയർ കൈൻഡ് ഓഫ് ടാങ്ക് ആയിരുന്നു. പക്ഷേ കസമീറോയുടെ റിഡംഷൻ കൂടെയാണ്. ഈവൻ ഇപ്പം അമോറിം പ്രസ് കോൺഫറൻസിലും പറഞ്ഞെന്താണ്, സം പീപ്പിൾ ഹാവ് ചേഞ്ച്ഡ് മൈ മൈൻഡ്. അതായത് ഞാൻ ഓപ്പൺ ടു ചേഞ്ച് ആണ്, അത് ആൾക്കാർ എൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതാണ് കാര്യം. അമോറിം വന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ഇനീഷ്യൽ ഡേയ്സിൽ കസമീറോ ഈവൻ ഫോർ 1 minute ഇറങ്ങിയിട്ടില്ലായിരുന്നു. അതിന് പകരം കോളിയറിനെയൊക്കെ ഇറക്കുമായിരുന്നു.
ഞാൻ ആലോചിക്കുമായിരുന്നു കസമീറോ ഇസ് ഓൾറെഡി ഡൺ. ഇനിയിപ്പം എല്ലാവരും കളിയാക്കുന്നു സൗദി മറ്റേ അറബി പഠിക്കാൻ സമയമായി പൊക്കോളൂ സൗദിയിലേക്ക് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ടോപ്പ് പ്രൊഫഷണൽ, അതാണ് ടോപ്പ് പ്രൊഫഷണലായ പുള്ളി കൃത്യമായി ട്രെയിനിങ് സെഷൻസിൽ ഇംപ്രസ് ചെയ്യുന്നു. ആൻഡ് വി ആർ ഹിയർ. അതായത് പുള്ളിയെ പോലൊരു പ്ലെയർ ടീമിന് കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി ബൂസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈവൻ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഹി വാസ് ദ മെയിൻ മാൻ ഹൂ നീഡഡ് ദ ഫോർത്ത് ഗോൾ. 4ാമത്തെ ഗോളിന് വേണ്ടി പുള്ളി എല്ലായിടത്തും അലർന്നുണ്ടായിരുന്നു, ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മിസ്റ്റേക്സ് വരുത്തുമ്പോഴത്തേക്കും. ഇപ്പോൾ ഡോർഗുനെ ആണെങ്കിലും ആരാണെങ്കിലും പുള്ളി ഹി വാണ്ടഡ് ദാറ്റ് ഗോൾ, ബിക്കോസ് അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പുള്ളിക്ക് അറിയാം ഒരു 3-0 എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു 3-0 ഐ ആം ഹാപ്പി. ബട്ട് നമ്മൾ ഡൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. നമ്മളൊരു വലിയ സ്റ്റെപ്പ് മുമ്പോട്ട് എടുത്തു, ഫൈനലിൽ എത്തിച്ചു എന്നുള്ളത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഫുട്ബോളാണ്, എന്ത് സംഭവിക്കാം. ഓൾഡ് ട്രാഫോർഡിൽ നമ്മൾ കൃത്യമായി കളിച്ചില്ലെങ്കിൽ, അതായത് ഒരു ഏർലി റെഡോ എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി തീരും. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ 10 ബാനായിട്ട് ചുരുങ്ങിയ ലിയോൺ പോലും ഓൾഡ് ട്രാഫോർഡ് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ കാര്യമാണൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ് ടു ഹാവ് സച്ച് കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സ് ഇൻ അവർ ടീം. കസമീറോ ആണ് നമ്മുടെ എന്താ പറയുക, കസമീറോ, ഉഗാർത്തെ, ബ്രൂണോ മിഡ് ടോപ്പ് ക്ലാസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയില്ല. അപ്പോൾ അവിടുന്ന് വീണ്ടും സെക്കൻഡ് ഗോളിലേക്ക് വന്നു കഴിഞ്ഞാൽ എ ബിറ്റ് കോൺട്രവേർഷ്യൽ. പക്ഷേ എന്താ പറയുക, ഹോയിലൻഡ് അത് അടിച്ചതിനെ അടിക്കൂലായിരുന്നു എന്നൊക്കെ ഇപ്പോൾ യുണൈറ്റഡ് ഫാൻസ് അടക്കം പറഞ്ഞാൽ പോലും അത് ഒബ്വിയസ്ലി ഒരു ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് പെനാൽറ്റി കൊടുത്താൽ അത് ഒബ്വിയസ്ലി ഓട്ടോമാറ്റിക് റെഡാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി അയാൾ തടുക്കുന്നു. അത് മാത്രമല്ല, ദർ വാസ് നോ ഇൻറ്റൻഷൻ ഫോർ ഹിം ടു പ്ലേ ദ ബോൾ, അതാണ് മെയിൻ. അപ്പം അത് രണ്ടും കൂടെ കണക്കിലെടുത്താണ് റെഡ് കിട്ടിയത്. ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മുടെ പ്ലെയറിനാണ് അത് കിട്ടിയതെങ്കിൽ ഇത് ഹാർഷായിട്ട് തോന്നിയാണ്. എനിക്ക് അവരോട് ഹാർഷായിട്ട് തോന്നി, ഇല്ലയെന്നില്ല. ബട്ട് റൂൾസ് ആർ റൂൾസ്. അത് പെനാൽറ്റി ആണെങ്കിൽ ദാറ്റ് ഈസ് എ റെഡ് കാർഡ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പം അതിൽ ബ്രൂണോ വളരെ കൂളായിട്ടൊരു പെനാൽറ്റി ഫിനിഷ് ചെയ്യുന്നു. അതിനുശേഷം 45th മിനിറ്റ് ആയപ്പോഴത്തേക്കും അതാ പറഞ്ഞ ഉഗാർത്തെ വാസ് പ്ലേയിങ് ഷിറ്റ് ഫോർ ദ ഫസ്റ്റ് 15 minutes ആൻഡ് ആഫ്റ്റർ ദാറ്റ് 2 അസിസ്റ്റ്. രണ്ടാമത്തെ അസിസ്റ്റ് ഉഗാർത്തെ നല്ലൊരു ഫ്ലിക്ക് പോലെ ഇട്ട് കൊടുക്കുന്നു. ബ്രൂണോ കൃത്യമായി റൺ ചെയ്യുന്നു. നല്ലൊരു കൂൾ കമ്പോസ്ഡ് ഫിനിഷ്. ബ്രൂണോനെ പറ്റി എനിക്ക് പറയാനൊന്നുമില്ല. ദ പ്രോബ്ലം അബൌട്ട് ബ്രൂണോ വാസ് അവൻ കൺസിസ്റ്റൻ്റ് ആവാറില്ല, ബിഗ് സ്റ്റേജസിൽ ഗോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ കുറേ പേര് പറയുമെങ്കിലും ദ ബാറ്റിൽ ഈസ് നോട്ട് വൺ യെറ്റ്. ബട്ട് സ്റ്റിൽ ബ്രൂണോ ഈസ് ഷോയിങ് ഗുഡ് കോൺഫിഡൻസ്. എന്താ പറയുക, ഒരു പ്രോപ്പർ ക്യാപ്റ്റൻ, ലീഡർ. ഇതൊക്കെ കരയുന്നതും കരഞ്ഞു പിഴിയുന്നതൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രൂണോ തന്നെയാണ്. ഓൾ കോമ്പറ്റീഷൻസിൽ എനിക്ക് തോന്നുന്നു 35 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ആയി. സലയ്ക്ക് മാത്രമേ അതിനേക്കാളും കൂടുതൽ പ്രീമിയർ ലീഗിൽ നിന്ന് തന്നെ ഉള്ളൂ. സോ ഹീസ് ഷോയിങ് ആസ് ഓൾവേസ് സ്റ്റാറ്റ്സ് വൈസ് ഹീസ് ഷോയിങ് ഹൂ ഹീ ഈസ്. ബ്രൂണോ അത് കഴിഞ്ഞ് പറയുകയുണ്ടായി, എൻ്റെ അടുത്ത് ഫിസിയോകളും എല്ലാവരും ട്രസ്റ്റ് ചെയ്യാൻ പറയും, പക്ഷേ പുള്ളിയുടെ മെയിനായിട്ടുള്ള പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് കിടക്കാനും റെസ്റ്റ് ചെയ്യാനും ഒരുപാട് സമയം കിട്ടുമെന്ന് പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നില്ല പുള്ളി ബെഞ്ച് ചെയ്യപ്പെടുമെന്ന്. അത് ബഹളം വെച്ചാണെങ്കിലും അമോറിം ഒരു കളിയൊക്കെ എന്തായാലും പ്രീമിയർ ലീഗിൽ ബെഞ്ച് ചെയ്യും. ബട്ട് സ്റ്റിൽ ബ്രൂണോ ഓൾവേസ് വാണ്ട്സ് ടു പ്ലേ. അവിടുന്ന് 45th മിനിറ്റ് ലാസ്റ്റ് ആഡഡ് ടൈമിൽ ലാസ്റ്റ് മസൂറയുടെ ഒരു ഷോട്ട്, അത് നേരെ ക്രോസ് ബാറിൽ തട്ടി പോകുന്നു. ഇല്ലായിരുന്നെങ്കിൽ 4-0 എന്നുള്ള ലീഡിൽ ഹാഫ് ടൈം കഴിഞ്ഞതിന്. ബട്ട് 3-0 ഇറ്റ്സ് സോളിഡ്, നോ പ്രോബ്ലം. സെക്കൻഡ് ഹാഫിൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിയോണിൻ്റെ കൂടെ നമ്മൾ കണ്ടാണ് 10 man ആയാൽ തന്നെ നമുക്ക് ഇഫ് വി ഹാവ് ലോ കോൺഫിഡൻസ് ഓർ വി ആർ അണ്ടർ മോർ പ്രഷർ എന്ത് സംഭവിക്കും? നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യും. പക്ഷേ ഇന്നലെ അത് ഉണ്ടായില്ല എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. വി ഫൈനലി ഗോട്ട് ടു നോ ഹൗ ടു മാനേജ് ദ ഗെയിം. നമ്മൾ ബോൾ കയ്യിൽ വെക്കുന്നു, അവരെ പ്രഷർ ഇൻവൈറ്റ് ചെയ്താൽ പോലും കൃത്യമായി പ്രഷറിലാണ് കളിക്കുന്നത്. ആഫ്റ്റർ ദ റെഡ് ആക്ച്വലി എല്ലാവരും നല്ല കോൺഫിഡൻസ് തന്നെയാണ് കളിച്ചത്. പിന്നെ അതിൽ യോറോ മോശമില്ലായിരുന്നു. ഒനാനയ്ക്ക് ഒരു സേവ് ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല, നല്ലൊരു സേവ് ഉണ്ടായിരുന്നു. മഗ്വയർ, ലിൻഡ്ലോഫിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡോർഗുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോർഗു ഭയങ്കരമായിട്ട് അറ്റാക്കിൽ പോയിട്ട് ഒരു ഓപ്പൺ ചാൻസൊക്കെ ഇനാക്കിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ വിങ് ഭയങ്കര ഒഴിച്ചിട്ടിട്ട് അത് എത്രത്തോളം ഇതാണെന്ന് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഹീ ഈസ് ഓൾസോ ഇൻഎക്സ്പീരിയൻസ്ഡ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി മസുറായെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഹി വാസ് സോളിഡ്. അവിടെ നിക്കോ വില്യംസിൻ്റെ വിങ്ങായിരുന്നു. അത്യാവശ്യം പുള്ളിക്ക് ഒഫൻസീവ് ഡ്യൂട്ടിയും ഡിഫൻസീവ് ഡ്യൂട്ടിയും ചെയ്യേണ്ടി വന്നു. നല്ല വൃത്തിക്ക് ചെയ്തു. മസുറ ഈസ് എ ഗുഡ് ടെക്നിക്കൽ എബിലിറ്റി ഉള്ള, തല ഉപയോഗിച്ച് കളിക്കാൻ കഴിവുള്ള പ്ലെയറാണ്. സോ അയാളെ പറ്റി ഒന്നും പറയാനില്ല. ഗുഡ് ആൻഡ് മിഡ്ഫീൽഡ് ട്രയോനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗർണാച്ചോവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗർണാച്ചോ ഞാൻ പറയാം, റെഡിന് മുന്നേയും ഗർണാച്ചോ നല്ല രീതിയിൽ, അതായത് കോൺഫിഡൻ്റ് ആയിട്ട് ബോൾ ചോദിച്ചു വാങ്ങുന്നുണ്ട്, ബോൾ വെച്ച് പ്രോഗ്രസ് ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ ബോൾ ചോദിച്ചു വാങ്ങുന്നു, ഡിഫൻസിന് പാസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹി വാസ് ഷോയിങ് കോൺഫിഡൻസ് ടു ആസ്ക് ഫോർ ദ ബോൾ, എടുക്കുന്നു. അങ്ങനെ ഗർണാച്ചോയുടെ പരിപാടി അതൊക്കെ ആയിരുന്നു. പക്ഷേ ഗർണാച്ചോ കുറച്ചുകൂടെ പോസിറ്റീവും പമ്പഡപ്പ് ആയിരുന്നെന്ന് എനിക്ക് തോന്നി. ബട്ട് എൻ പ്രൊഡക്റ്റുകൾ കുറഞ്ഞു. ഈവൻ ഹി സ്കോർഡ് എ ഗോൾ, ബട്ട് അതൊരു ഓഫ് സൈഡായി പോയി. അതും റെഡ് കിട്ടുന്നതിന് മുന്നേ കേട്ടോ. അതിനൊന്നും വേറെ കാര്യം പറഞ്ഞത്. അപ്പം റെഡ് മാത്രമല്ല നമ്മളെ സേവ് ചെയ്തത്. ടു ബി ഓണസ്റ്റ്, നമ്മൾ നന്നായിട്ട് കളിച്ചു ഈവൻ ബിഫോർ ദ റെഡ്. പിന്നെ നോട്ടബിൾ മെൻഷൻ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, റാസ്മസ് ഹോയ്ലൻഡ്. റാസ്മസ് ഹോയ്ലൻഡിനെ പറ്റി പറഞ്ഞാൽ പറ്റും. കാര്യം മോശം കളിക്കുമ്പോൾ മോശം എന്ന് പറയാൻ പറ്റുമെങ്കിൽ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, അതാണ് സംഭവം. നല്ല ഫിസിക്കൽ ഗെയിമായിരുന്നു, നല്ലപോലെ ഇടിച്ചിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, ബോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാ പറഞ്ഞത്, ചിലപ്പോഴൊക്കെ സ്ട്രൈക്കേഴ്സ് ഗോൾ അടിക്കുന്നപ്പം ഡ്രോഗ്ബാനെ പോലുള്ള സ്ട്രൈക്കേഴ്സോ അല്ലെങ്കിൽ ഡിയോഗോ കോസ്റ്റയൊക്കെ വലിയൊരു എക്സാമ്പിളാണ്. അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ കുറച്ച് ഡേർട്ടി ഗെയിമും നമ്മൾ കാരണം ബാക്കി ടീമിന് ഗോൾ അടിക്കാൻ അവസരവും ഡിഫൻഡേഴ്സിനെ കുറച്ച് പ്രഷർ ചെയ്ത് നിൽക്കാനും കുറച്ച് ചൊറിയാനും ഒക്കെ ചെയ്യേണ്ട അതും ഒരു സ്ട്രൈക്കറിൻ്റെ ചുമതല തന്നെയാണ്. ഇന്നലെ റാസ്മസ് ഹോയ്ലൻഡ് അത്യാവശ്യം മോശമില്ലാതെ തന്നെ കളിച്ചു എന്ന് തന്നെ പറയാം. ബോൾ ഹോൾഡ് ചെയ്യുന്നു, ബോൾ ഹോൾഡ് ചെയ്ത് കൃത്യം കൊടുക്കുന്നു, ഇടിച്ചിടിച്ച് തന്നെ നിൽക്കുന്നു. ഈവൻ ആ റെഡ് റാസ്മസ് ഹോയ്ലൻഡ് വാങ്ങിയെടുത്ത് നമ്മളെ ആക്ച്വലി ഹോയ്ലൻഡാണ് കുറച്ചുകൂടെ നമ്മുടെ ഒരു കാലെടുത്ത് മുമ്പിൽ വെക്കാൻ, ഫൈനലിലേക്ക് വെക്കാൻ സഹായിച്ചത്. സോ ഹോയ്ലൻഡ് വാസ് ഗുഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. മേ ബി അവൻ്റെ കോൺഫിഡൻസ് കൂട്ടട്ടെ, കാര്യം നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല മുമ്പിൽ. അപ്പം അതൊക്കെ ആയിരുന്നു കളി. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആസ് എ ഫാൻ ഐ ആം കംപ്ലീറ്റ്ലി ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 അടിക്കായിരുന്നു, 5 അടിക്കായിരുന്നു, 6 അടിക്കായിരുന്നു, യെസ്. പക്ഷേ വിഷമമുണ്ട്, ഇല്ല. കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ റിസൾട്ട് എൻ്റെ തളികയിൽ വെച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ അതും കൊണ്ട് പോയേനെ. ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. ബട്ട് ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ഇൻ ദ സെക്കൻഡ് ലെഗ്. നമ്മുടെ അപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൻഹാം 3-1 ഹോമിൽ ബോഡോ ഗ്ലിമിനെ തോപ്പിച്ചിട്ടുണ്ട്. അവരിനി അടുത്ത എവേ പോവും. മോസ്റ്റ് പ്രോബബ്ലി ഒരു ഇംഗ്ലീഷ് ഫൈനൽ വരും എന്നാണ് തോന്നുന്നത്. ബോഡോ ഗ്ലിമിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല, ബിൽബാവോനെയും കുറച്ച് കാണാൻ പറ്റില്ല. എന്താ പറയുക, ഒന്നും തീരാതെ നമുക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല, അതാണ് ഫുട്ബോൾ. സോ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ഓൾഡ് ട്രാഫോർഡിൽ പോയിട്ട് ഫുൾ കോൺസെൻട്രേഷനിൽ റെഡൊന്നും വാങ്ങാതെ, എസ്പെഷ്യലി റെഡൊന്നും വാങ്ങാം, 10 പേരായിട്ട് ചുരുങ്ങാനേ പാടില്ല, ഒനാനയുടെ മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല. അങ്ങനെ കൃത്യമായി ഒരു 2 കളിയും കൂടെ ഈ സീസൺ നമ്മൾ ഫാൻസ് അവകാശപ്പെടുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഫാൻസിനോട് എനിക്ക് ഒരു കാര്യം കൂടെ റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. ഈ മീഡിയാസ് ചുമ്മാ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി യുണൈറ്റഡ് ഊളയാണ്, ഷിറ്റാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രൊപ്പഗാൻഡാസ് വിടും. കാര്യം ഈയിടെ തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ആ ലിയോണിൻ്റെ കൂടെ ജയിച്ചിട്ട് അടുത്ത കളിയിൽ വൂൾസിൻ്റെ കൂടെ പോയി തോറ്റു. അപ്പോൾ അതിൻ്റെ വൂൾസ് ഷോക്ക് യുണൈറ്റഡ് എന്നൊക്കെ പറഞ്ഞാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. അന്ന് ആരൊക്കെ കളിച്ചു, ആരൊക്കെ ബെഞ്ച് കൊടുത്തു എല്ലാം നമുക്കറിയാം. ബട്ട് ആ ഒരു പ്രൊപ്പഗാൻഡ ഇടുകയാണ്, നമ്മൾ ഷിറ്റാണെന്നുള്ള രീതിയിൽ. നമ്മൾക്കാർക്കും ഇപ്പം പ്രീമിയർ ലീഗിനെ പറ്റി വലിയ ഇതില്ല. ഇതുപോലെ തന്നെ ഈ വീക്കിലും നമ്മൾ ബ്രെൻഫോർഡിൻ്റെ കൂടെ ഒരു വീക്ക് ടീമിനെ തന്നെ ആയിരിക്കും ഫീൽഡ് ചെയ്യുന്നത്. അത് നോക്കുമ്പോഴും ഇവർ നമ്മളെപ്പറ്റി ഇങ്ങനെ എഴുതി വിടും. ബട്ട് അതിനൊന്നും പോയിട്ട് നമ്മൾ എൻഗേജ്മെൻറ്റ്സ് കൊടുത്ത് അതിനെ മുമ്പോട്ട് വൈറലാക്കാനോ ആ പോസ്റ്റിനെ മൈൻഡ് ചെയ്യാതെ വിടുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് 2 കളി ഈ സീസണിൽ. അടുത്ത കളി എങ്ങനെയെങ്കിലും തോക്കാതെ പിടിച്ചിരിക്കുക, അത് കഴിഞ്ഞ് ഫൈനൽ പോയി ജയിക്കുക. ഈ 2 കളിയാണ് നമ്മുടെ സീസൺ ഡിഫൈനർ. ഈ സീസൺ എന്നല്ല, അപ്കമിങ് സീസൺസിന് നമുക്ക് ഈ ടൂർണമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ്സ് താഴെ പറയുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.